ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അനിയത്തി ആതിരയും കേശൂടനൊക്കെ വരണുണ്ട്. അപ്പോൾ അതൊരു ചെറിയ വ്ളോഗാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് ചെറിയ ചെറിയ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കേ. അപ്പോൾ ഗേസ് രാവിലെ തന്നെ ചോറിനുള്ള അരിയൊക്കെ അടുപ്പിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കാപ്പി ഉണ്ടാക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ അപ്പമായിരുന്നു കേട്ടോ. ഇന്ന് കാപ്പിക്ക് അങ്ങനെ അപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അമ്പാടിയുടെയും വിച്ചു രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്പാടിയുടെ പല്ല് പോയി തേക്കാൻ പറഞ്ഞ സമയത്തുള്ള കാഴ്ചയാണ് സുഹൃത്തുക്കളെ ഇത്. ഒരു മണിക്കൂർ കഴിഞ്ഞനൊക്കെയും പല്ല് തേച്ചിട്ട് വരൂല. അവൻ മടിയനെന്ന് വെച്ചാൽ മടിയനാണ്, കുഴി മടിയൻ. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റ് ടൈമിൽ അവൻ ചെയ്തില്ല. അത് ലാഗടിച്ച് അവിടെ തന്നെ അങ്ങ് നിൽക്കും. അങ്ങനെ എൻ്റെ നിന്ന് വഴക്ക് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതൊക്കെ കഴിഞ്ഞത് കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പവും അമ്പാടിക്ക് പഞ്ചസാരയും മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പവും പഞ്ചസാരയും കൂട്ടി അമ്പാടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഞാനും കൂടെ കാപ്പി കുടിക്കാമെന്ന്. അങ്ങനെ ഞാനെന്താ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്ത്. നല്ല മുരിഞ്ഞ അപ്പമാണ് കഴിച്ചുകൊണ്ടിരുന്നത് സുഹൃത്തുക്കളെ. അതുപോലെ ടേസ്റ്റി ആയിട്ട് കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചധികം പരിപാടികളുണ്ടായിരുന്നിട്ട് ഇന്ന് ആതിരയും കൊച്ചുമൊക്കെ വരണത് കൊണ്ടിട്ട് കുറച്ച് കുക്ക് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. മറ്റേ ഞാനും അമ്പാടിയും മാത്രമാകുമ്പം ഞങ്ങൾ അതിനനുസരിച്ചൊക്കെ കുക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ അവനൊക്കെ വരുന്നത് കൊണ്ട് ഞാൻ പെട്ടെന്നെല്ലാം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിലെല്ലാം ഒതുക്കി വെച്ചു. രാവിലത്തെ കാപ്പി കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അടുക്കള ക്ലീൻ ആക്കിയതിന് ശേഷം എനിക്ക് കടയിലൊന്ന് പോകണം, കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട്. പിന്നെ ആതിരയും കൊച്ചുമൊക്കെ ബസ്സിലാണ് അവർ വരുന്നത്. അപ്പോൾ അവർ ഇവിടെ സീമളയിൽ അച്ചാമ്മേനെ വീട്ടിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെയും പോയി എനിക്ക് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ഞാൻ പോവാണ്. അപ്പം ഓക്കെ സിക്കൈസ്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്രാൻഡ് സൂപ്പർ ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം മലക്കറി ഐറ്റംസും കുറച്ച് അല്ലാതെയൊക്കെ മേടിക്കാൻ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചും കൊണ്ട് തിരികെ അച്ചാമ്മയുടെ വീട്ടിൽ വന്നപ്പോൾ സുഹൃത്തുക്കളെ കേശൂട്ട് ഇവിടെ തന്നെ നിൽക്കുകയാണ്, എന്നെയും വെയിറ്റ് ചെയ്ത്. അപ്പോൾ അതിനെയും അച്ചാമ്മ എന്തൊക്കെയോ സൊറ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ്ട് അച്ചാമ്മക്കുട്ടി ഇവിടെ ഇരിക്കുകയാണ് സുഹൃത്തുക്കളെ. അച്ചാമ്മയ്ക്ക് പലപ്പോഴും ഇപ്പോൾ പല സ്വഭാവങ്ങളാണ്. ചിലപ്പം ഭയങ്കര സ്നേഹമായിരിക്കും, ചിലപ്പോൾ ദേഷ്യമായിരിക്കും എന്നോട്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ കേശുടനും അതിരെയും കൂടെ ഞങ്ങളുടെ വീട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കണം. അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ എല്ലാം വാങ്ങിച്ച് ഓക്കെ ആക്കിയിട്ടാണ് ഇവരെ വിളിക്കാൻ വേണ്ടിയിട്ട് വന്നത്. ഞാൻ അതെല്ലാം വാങ്ങിച്ചും കൊണ്ട് അവരെയും അമ്പാടിയല്ല ആതിരയും കേശുവിനെയും കൂട്ടിക്കൊണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. ഇതിന് ശേഷം വേണം ഇനി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം കൊണ്ടുവന്നും പിന്നെ എല്ലാമൊക്കെ സെപ്പറേറ്റ് എടുത്ത് വെക്കാനും ഒക്കെ ആയിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ തൈര് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് മോര് കലക്കാമെന്ന് വിചാരിച്ച് തൈര് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കൊച്ചിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പഴം, പിന്നെ പപ്പടം ഉണ്ടായിരുന്നു ചോറ് കൂടെ കഴിക്കാൻ വേണ്ടി. ഞാൻ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചിക്കനും പരിപ്പ് കറിയും പിന്നെ പപ്പടവും അങ്ങനെ വയ്ക്കാമെന്ന് വിചാരിച്ചു. മരിച്ചീനി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലറ ചില്ലറ പിന്നെ കുറച്ച് സാധനങ്ങൾ, മല്ലിയില, സവാള, അങ്ങനെയൊക്കെ ഉള്ള ഉള്ളി, അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങൾ. പിള്ളേഴ്സ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ പരിപാടികൾ ചെയ്യാം. ബീട്രൂട്ട് തോരത്തിനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് സുഹൃത്തുക്കൾ. അങ്ങനെ ബീട്രൂട്ട് കഴുകിയൊക്കെ എടുത്തതിന് ശേഷം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ ചോപ്പറിൽ പോലും ഇതുപോലെ അരിയാൻ പറ്റില്ല. ആ കണക്കിന് ഞാൻ നല്ല കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ ഇവന്മാരിവിടെ നിന്ന് കളിക്കുകയാണ്. അപ്പോൾ ആദ്യം ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ടായിരുന്നു, ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അടുക്കളയിൽ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഭയങ്കര കുക്കിങ്ങിലാണ്. അവൾ തേങ്ങയൊക്കെ തിരികെ വയ്ക്കുമ്പോഴത്തേക്ക് ഞാൻ എല്ലാം അരിഞ്ഞ് അടുപ്പിൽ വയ്ക്കുമ്പോൾ എല്ലാം പിന്നെ പെട്ടെന്ന് ഇവിടെ നിന്ന് അരച്ചിടാലോ സുഹൃത്തുക്കളെ. അങ്ങനെ അപ്പോൾ അതിന് ശേഷം പിന്നെ അടുക്കളയിൽ പിന്നെ എന്തായിരുന്നു പിന്നെ ഞാൻ മരിച്ചീനി തൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. മരിച്ചീനി അടുപ്പിലായിട്ടുണ്ട്, നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ മരിച്ചീനി. പിന്നെ തോരത്തിനും മരിച്ചീനിക്കും കൂടെ ഒത്താണ് ഞാൻ അരയ്ക്കുന്നത്. അപ്പോഴത്തേക്ക് തോരത്തിന് അരപ്പിട്ടിട്ട് ബാക്കിയുള്ളത് പിന്നെ മരിച്ചീനിക്ക് ഇടാൻ വേണ്ടിയിട്ട് ബാക്കി വെച്ചിട്ടുണ്ട്. തോരത്തിൽ കരിവേപ്പില മസ്റ്റാണ് ഗേസ്. കരിവേപ്പിലയൊക്കെ ഇളക്കി എടുത്തിട്ടുണ്ട് തോരൻ നന്നായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മരിച്ചീനി ഊറ്റിയെടുക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ അവിടെ ഊറ്റി എന്നൊക്കെയാണ് പറയുന്നത്, നിങ്ങളങ്ങോട്ടൊക്കെ ഇനി എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പം മരിച്ചീനി ഊറ്റിയെടുത്തിട്ടുണ്ട്, നല്ലതുപോലെ വെന്തിട്ടുണ്ടായിരുന്നു. അതിന് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് നോക്കിയപ്പോഴത്തേക്കാണ് അപ്പോഴും കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക്. അങ്ങനെ അത് വാങ്ങിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഡാൻസിൻ്റെ ഒരു ഐറ്റമായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചുകൊണ്ടൊക്കെ വന്നതിന് ശേഷം നോക്കിയപ്പോൾ മരിച്ചീനി പിന്നെ അരപ്പും കൂടി ഇട്ടിട്ടാണ് ഞാൻ പോയത്. അതിന് വന്നപ്പോൾ ഇളക്കിയെടുക്കാനുള്ള ടൈമായി. അങ്ങനെ ഇളക്കിയെടുത്തിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ്
ഞാനും അതിനെയും കൂടെ ചിക്കൻ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പൊളിക്കുന്നതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആകുമ്പോൾ പിന്നെ ഈസി ആയിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുമല്ലോ സുഹൃത്തുക്കൾ. അങ്ങനെ ബാക്കി ഒരു 3 ലെഗ് പീസ് ബാക്കി ഉണ്ടായിരുന്നു, അത് ഞാൻ വറക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പരിപ്പ് റെഡിയായി, പപ്പടം റെഡിയായി, ചിക്കൻ എന്താ ഇവിടെ അടുപ്പിൽ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതിനുശേഷം പിന്നെ ഉച്ചയ്ക്ക് ചോറുണ്ണാനൊക്കെ ഉള്ള പരിപാടിയിലായിരുന്നു. എല്ലാം സെറ്റായി ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ചോറ്, പരിപ്പ്, പപ്പടം, പിന്നെ ബീട്രൂട്ട് തോരൻ, അച്ചാർ, മരിച്ചീനി, പിന്നെ സലാഡല്ല ഞാൻ ഉണ്ടാക്കിയത്, മോര് പോലെയാണ് ഉണ്ടാക്കിയത്. ഉള്ളിയും കരിവേപ്പിലയും കൂടെ വെച്ച് ഉപ്പും കൂടെ വെച്ച് അടിച്ച് ഒരു തൈരും ഒരു മോര് പോലെയാണ് ഉണ്ടാക്കിയത് കേട്ടോ. അങ്ങനെ അതെല്ലാം കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കളെ. ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പോഴും നോക്കിയപ്പോഴേ ഞങ്ങളുടെ ഗേറ്റിൻ്റെ മുന്നിൽ ആരോ വന്ന് നിൽക്കണുണ്ട് കേട്ടോ. അപ്പോൾ ആരാണോന്ന് നോക്കിയപ്പോൾ വീണ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെച്ച് പെട്ടെന്ന് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ എടുത്തതാണ്. വീണ സർപ്രൈസായിട്ട് വന്നു സുഹൃത്തുക്കളെ. അവൾ ബാംഗ്ലൂർ നേഴ്സിങ്ങിനാണ് പഠിക്കുന്നത്. അപ്പോൾ വരൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇരുന്നത്. ഇവിടെ നമ്മളെ അടുത്ത് കോവിലിൽ ഉത്സവമായിരുന്നു കേട്ടോ. അങ്ങനെ ഇവൾ വരണില്ല എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് നോക്കിയപ്പോഴത്തേക്കാണ് വന്ന് സുഹൃത്തുക്കളെ. അതിന് പപ്പൂസ് പോയി അവളെ പിക്ക് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നിട്ട് കുറച്ച് കഴിഞ്ഞ് അവൾ ഫ്രഷായി ചോറൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഇത് 3 മണി ആ ടൈമിലാണ് കേട്ടോ. അങ്ങനെ അവൾ ബ്രെഡും ജാമും ഒക്കെ പിള്ളേർക്ക് കൊടുക്കണം. ആ ടൈമിൽ നമുക്കൊന്ന് പുറത്ത് പോകണമായിരുന്നു, ആതിരയ്ക്കൊന്ന് ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാനായിട്ട് ഇറങ്ങി നിൽക്കുകയാണ്. അങ്ങനെ എന്താ ഇവിടെ നഗരൂർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്ഥിരം പോണ ആ ചേച്ചിയുടെ കട തുറന്നിട്ടില്ലായിരുന്നു കേട്ടോ. അവരൊക്കെ ഉത്സവമായതുകൊണ്ട് അവർ തുറന്നിട്ടില്ലായിരുന്നു. ഞങ്ങളിതാ ഇവിടെ കാശ്മീരത്തിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ ത്രെഡൊക്കെ ചെയ്ത് തിരിച്ച് വരികയാണ് കേട്ടോ. ഇത് തിരിച്ച് പറഞ്ഞ വഴിക്ക് ഞങ്ങൾക്ക് കടയിലൊന്ന് കയറണമായിരുന്നു. കാരണം പിറ്റേന്നത്തേക്ക് ചപ്പാത്തി മേടിക്കാൻ വേണ്ടിയിട്ട് കയറണമായിരുന്നു കേട്ടോ. അങ്ങനെ കാപ്പിക്ക് വേണ്ടിയിട്ട് ചപ്പാത്തി മേടിക്കാൻ വേണ്ടി കയറണമായിരുന്നു. അങ്ങനെ ചപ്പാത്തിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ വീട്ടിൽ വന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കാണ് ആ കൊച്ചിച്ച അറിഞ്ഞില്ലായിരുന്നു കേട്ടോ വീണ വന്നിട്ടുണ്ടായിരുന്നത്. കൊച്ചിച്ച അറിഞ്ഞില്ല. അങ്ങനെ കൊച്ചിച്ച സർപ്രൈസായിട്ട് നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ വീണയുടെ കുറച്ച് ആക്ഷൻസാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം നിന്ന് സംസാരിച്ചു. വീണ വരുന്നില്ലെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ കൊച്ചിച്ചെന്താ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കിങ്ങിണി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കിങ്ങിണിക്ക് ഇന്ന് ഡാൻസിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു വൈകുന്നേരം. അങ്ങനെ അത് ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവളിവിടെ കൊണ്ടാക്കിയതാണ്. അപ്പോൾ അതിനുശേഷം വൈകിട്ട് ഒരു 6 അപ്പോൾ വീണയൊക്കെ പോയി കേട്ടോ. വീണ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കൊച്ചിനെ വന്ന് വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു, വിച്ചുവിനെയും വീണേനെ. അങ്ങനെ അവരങ്ങ് പോയി കേട്ടോ. പിന്നെ കിങ്ങിണിക്ക് വൈകിട്ട് ഡാൻസ് ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നീട് നടന്നിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കളെ. അത് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ. ഓക്കെ, സി യു ഗൈസ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.